കോവിഡ് ഭീതി ഒഴിഞ്ഞു എന്ന് കരുതിയിരിക്കെ രാജ്യത്ത് വീണ്ടും ആശങ്കയുയർത്തി പുതിയ വകഭേദത്തിന്റെ സാന്നിധ്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ്-19 കേസുകളിൽ ഒമിക്രോൺ RF5 വകഭേദമുണ്ടെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ച സാമ്പിളുകളിൽ നടത്തിയ പരിശോധനയിലാണ് പുതിയ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ജനിതക വ്യതിയാനം വഴിയാണ് കോവിഡ്-2 വൈറസ് ഒമിക്രോൺ വകഭേദമായി പരിണമിച്ചത്. RF5 ഈ വംശത്തിലെ ഒരു ഉപവകഭേദമാണെന്ന് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. YSR കടപ്പ ജില്ലയിൽ രേഖപ്പെടുത്തിയ കോവിഡ്-19 കേസുകളിൽ നിന്നുള്ള 4 സാമ്പിളുകളാണ് പൂനെയിലേക്ക് പരിശോധനയ്ക്കായി അയച്ചത്. ജീനോം സ്വീക്വൻസിംഗ് വിശകലനത്തെ തുടർന്നാണ് ഒമിക്രോൺ RF5 വകഭേദത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. പൂനെയിൽ നിന്ന് ലഭിച്ച ഫലങ്ങളെ തുടർന്ന് സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യം ചർച്ച ചെയ്യാനായി ആരോഗ്യ മന്ത്രി സത്യകുമാർ യാദവ് ഉദ്യോഗസ്ഥരുമായി വെർച്വൽ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന RF5നെ സ്റ്റാൻഡേർഡ് വകഭേദമായി തരംതിരിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ എ വിഷ്ണുവർദ്ധൻ മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ഈ വൈറസ് ഗുരുതരമല്ല എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിലും വലിയ രീതിയിൽ നമ്മൾ ഒരു ജാഗ്രത പാലിക്കേണ്ടത് അനിവാര്യമാണെന്നാണ് ആരോഗ്യമന്ത്രി തന്നെ പറയുന്നത്. സിംഗപ്പൂരിലും ചില തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും RF5 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും മറ്റ് ഒമിക്രോൺ വകഭേദങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപകടകാരി അല്ല എന്നാണ് ആരോഗ്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കുന്നത്. തൊണ്ടവേദന, ചുമ, പനി, തലവേദന, മൂക്കൊലിപ്പ്, ശരീരവേദന തുടങ്ങിയവയാണ് ഈ വൈറസിന്റെ ലക്ഷണങ്ങൾ. മറ്റ് ഒമിക്രോൺ വകഭേദങ്ങൾ പോലെ RF5 അപകടകാരി അല്ലെങ്കിലും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ആന്ധ്രയിൽ നിലവിൽ കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ശനിയാഴ്ചയോടെ നിലവിൽ 16 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ടീച്ചിംഗ് ആശുപത്രികളിൽ പ്രത്യേക വാർഡുകൾ ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി സത്യകുമാർ യാദവ് പറയുന്നുണ്ട്. നിലവിലെ സാഹചര്യം കൈകാര്യം ചെയ്യാൻ ആശുപത്രികൾ പൂർണ്ണ സജ്ജമാണെന്നും കോവിഡ് കേസുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ആവശ്യമായ കിറ്റുകളും മറ്റ് സൗകര്യങ്ങളും നൽകുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആന്ധ്രയിലെ കടപ്പയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഗുണ്ടൂരിലും വിശാഖപട്ടണത്തും കാക്കിനാടും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. രോഗബാധിതർ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവരായതിനാൽ സമൂഹ വ്യാപനത്തിനുള്ള സാധ്യത നിലവിലില്ലെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് നിലവിൽ ഒരു തരത്തിലുമുള്ള പരിഭ്രാന്തിപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എന്നാൽ മുൻകരുതലിന്റെ ഭാഗമായി മാസ്കും അതോടൊപ്പം തന്നെ ജനക്കൂട്ടം ഒഴിവാക്കാനും പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാലും ഈ റിപ്പോർട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പും അതായത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കൃത്യമായ ഒരു നിർദ്ദേശം ആന്ധ്രാപ്രദേശിലെ ആരോഗ്യവകുപ്പിന് നൽകിയിട്ടുണ്ട്. അതായത് ജനങ്ങൾ കൂടുതലായി ഈ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ കൂടുതലായി ജനങ്ങൾ എത്താൻ ഉള്ള സാഹചര്യങ്ങൾ, അത് ഷോപ്പിംഗ് മാളുകൾ അല്ലെങ്കിൽ തിരക്കേറിയ റോഡുകളിലൊക്കെ ജനങ്ങൾ മാസ്കും അതോടൊപ്പം തന്നെ സാനിറ്റൈസറും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കൈ ശുചിത്വം പാലിച്ചു അല്ലെങ്കിൽ കൈ ശുദ്ധീകരിക്കുന്നു എന്ന് ഉറപ്പാക്കണമെന്ന് പറയുന്നുണ്ട്. കൂടാതെ ഈ ഇപ്പോഴത്തെ RF5 എന്ന വകഭേദം വലിയ രീതിയിൽ ഒരു പ്രശ്നമല്ല എങ്കിലും ഇതിന്റെ ഓരോ നിമിഷവും ഇതിന്റെ അടുത്ത വകഭേദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു വകഭേദം വന്നാൽ അതായത് കോവിഡ് കേസുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് തന്നെ അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഭയപ്പെടേണ്ട കാര്യമുണ്ട്. കാരണം ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു പുതിയൊരു വകഭേദം വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആകും എന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു മുൻകരുതൽ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. കൂടാതെ സാനിറ്റൈസർ ഉൾപ്പെടെയുള്ള അണുമുക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടെ കാര്യങ്ങൾ പോകേണ്ടതുണ്ട് എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ നൽകുന്ന നിർദ്ദേശങ്ങൾ.